ഞാൻ രോഹിണിയാണ്. 290 നൈറ്റി മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ താഴേന്ന് മുകളിലോട്ട് ലെങ്ത് എടുക്കുകയാണ്. അത് അങ്ങനെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മുകളിൽ കുറച്ച് സ്പേസ് നമുക്ക് കിട്ടും. അപ്പോൾ അത് കൈ വെട്ടിയെടുക്കാൻ ഈസി ആയിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം 155 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട്. ഒരു 40-42 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു നൈറ്റിയാണ് ഞാൻ ചെയ്യുന്നത്. ഫ്രണ്ട് പ്ലീറ്റഡ് ആണ്, ബാക്ക് ചുരിദാർ കട്ടാണ്. നമുക്ക് വരയ്ക്കാം. 2.25 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 7.5 ഇഞ്ച് ഷോൾഡർ, താഴോട്ട് 1/2 ഇഞ്ച് കൂടെ കൂട്ടി ആം ഹോൾ മാർക്ക് ചെയ്യുന്നു. ബാക്കിലെ പീസ് ഞാനിങ്ങ് വെട്ടി മാറ്റി ഇപ്പോഴും. അപ്പോൾ അത് ഒരു 13 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് ഷേപ്പിന് വേണ്ടിയിട്ട് 14 ഇഞ്ചിന് താഴെ കൊടുക്കുന്നു. അത് നമുക്ക് 14 ഇഞ്ച് കൊടുത്തു. ഇവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് ഷേപ്പിന് വേണ്ടിയിട്ട് ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. എന്നിട്ട് ബാക്ക് ചുരിദാർ കട്ട് മോഡലാണ്. ഇനി ആം ഹോൾ വരയ്ക്കുകയാണ്. സ്ലീവ് കൂടെ അങ്ങ് മാർക്ക് ചെയ്ത് പോകാം. സ്ലീവ് വന്നിട്ട് മാക്സിമം 7 ഇഞ്ചേ കിട്ടത്തുള്ളൂ. പിന്നെ വേണമെങ്കിൽ കുറച്ച് പീസ് ചേർത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. വണ്ണം ഒരു 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അടിയിലത്തെ കൈവണ്ണം ബോട്ടം 9 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എല്ലാം തയ്യൽ തുമ്പിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ ബാക്ക് പീസിൽ ബാക്ക് കഴുത്താണ് എടുക്കുന്നത്. ഒരു 3.25 ഇഞ്ച് എടുക്കുന്നുണ്ട്. അത് യു ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കുകയാണ്. ബാക്കിൽ പിന്നെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. ഞാൻ ബാക്ക് പീസാണ് വെട്ടുന്നത്. ഇനി നമുക്ക് ഞാൻ വരച്ച് വെച്ചിട്ടുള്ള ആ സ്ലീവും കൂടി അങ്ങ് വെട്ടിയെടുക്കാം. അങ്ങനെ അടിക്കുന്ന മുകളിലോട്ട് ആ ലെങ്ത് എടുത്താൽ ബാക്കി വരുന്ന തുണി ഇവിടെ കിട്ടുമ്പോൾ ഒരു വിധം പീസ് വെക്കാതെ തന്നെ നമുക്ക് കൈ വെട്ടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ കൈ ഇനി വേണമെങ്കിൽ ഇതിൽ നിന്ന് അല്പം പീസ് ചേർത്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഈ പീസ് ഇനി മാറ്റിയിട്ട് ഫ്രണ്ട് പ്ലീറ്റ് വെച്ചാണല്ലോ ഇനി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങോട്ട് മാറ്റിയിടാം. കണ്ടില്ലേ? ഇതാണ്, ഇങ്ങനെ ചെയ്യണം. അപ്പം ഫ്രണ്ട് പ്ലീറ്റാണ്, ബാക്ക് ചുരിദാർ കട്ടാണ്. ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇവിടെ എത്ര ഇഞ്ച് പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ടെന്നറിയാമോ?
ഒരു 4 ഇഞ്ച് കഷ്ടിച്ച് ഒരു 4 ഇഞ്ച് കിട്ടും. അതായിരിക്കും നമുക്കിവിടെ പ്ലീറ്റ് ഉണ്ടാക്കി. എന്നിട്ട് നമുക്കത് ചതുരമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഈസിയാണിത്, അത്രയ്ക്ക് ടഫൊന്നും അല്ല. ഇങ്ങോട്ട് 2.25 ഇഞ്ച് ബാക്കിലെ കഴുത്തിൻ്റെ അതേ അകലം തന്നെ കൊടുക്കുന്നു. താഴോട്ട് ബാക്ക് ഫ്രണ്ട് 6 ഇഞ്ച് കൊടുക്കുന്നു. അതങ്ങ് ചതുരമാക്കുകയാണ് ഞാൻ. ഫ്രണ്ട് ചതുരമാണ്. ഈ മോഡൽ ഞാൻ പലതവണ എപ്പോഴും മിക്കവാറും ചെയ്യാറുള്ളതാണ്. എനിക്കിതിന് ഒത്തിരി ഓർഡേഴ്സ് കിട്ടാറുള്ളതാണ്. ഒരു 3.5 ഇഞ്ച് താഴോട്ട് വീണ്ടും കൊടുക്കുന്നു. ഇവിടുന്നെല്ലാം 3.5 ഇഞ്ച് വീതം കൊടുക്കാം. ഇങ്ങോട്ട് 3.5, ഇങ്ങോട്ടൊരു 3.5. ഈ വരകളെല്ലാം കൂടെ കൺഫ്യൂഷൻ ആവുക എന്തോ. ഇങ്ങനെ ഇവിടെയും 3.5. നമുക്ക് ഇതങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങോട്ടൊരു അതാണ് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ കിട്ടും. കാരണം ഇത് നമ്മൾ തയ്ച്ച് ഇങ്ങോട്ട് ചേർക്കുകയാണല്ലോ. അപ്പോൾ ഈ കിടക്കുന്നതും ഇത് തയ്ച്ച് വരുമ്പോൾ തയ്യൽ തുമ്പും കഴിഞ്ഞിട്ട് ഈ മുകളിൽ കാണുന്ന 5 ഇഞ്ച് വീതി തന്നെ നമുക്ക് കിട്ടും. അതിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വരുന്നു. അപ്പോൾ ഞാൻ വെട്ടാൻ പോവാണേ. അപ്പോൾ ഇങ്ങനെ ഇതിന്ന് ഈ പറഞ്ഞ പോലെ ഒരു 1/2 ഇഞ്ച് കൂടെ കുറയും. നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഈ പീസ് വെട്ടിയിട്ട് ഇത് ചേർത്ത് തയ്ക്കുമ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് കുറയും. അത് നമുക്ക് പിന്നെ ലാസ്റ്റ് വെട്ടിക്കളയാം. അത് അപ്പം ഞാൻ കട്ട് ചെയ്യുകയാണ്. ഇത് ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ വളരെ ഭംഗിയുമാണ്. കുറച്ച് ശരീരമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഫ്രണ്ടിൽ ഈ പ്ലീറ്റ്സ് വരുന്നുടനെ നല്ല പോലെ മറിഞ്ഞു കിടക്കും. പെട്ടെന്നൊരു ടോപ്പൊന്നും എടുത്തിടാതെ പൊട്ടൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് കൈക്കുഴി ഒരു 1/2 ഇഞ്ച് കയറ്റി എടുക്കണം. ഇവിടെ കുറച്ച് വെട്ടിപ്പോണം. ഇത് സ്ലീവിന് വേണമെങ്കിൽ ലെങ്ത് കൂട്ടാൻ ഉപകരിക്കും. നല്ല ലൂസും കിട്ടും. എല്ലാം വളരെ കറക്റ്റായിട്ട് വേണമെങ്കിൽ ഇവിടെ നമുക്ക് കുറവാണ് കിട്ടുന്ന ലൂസ് പ്ലീറ്റ്സ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് മാറ്റിയെടുത്ത് ചെയ്യാവുന്നതാണ്. ഒരു 1-1.5 ഇഞ്ച് കൂടെ അകത്തോട്ടെടുത്ത് ഇങ്ങനെ എടുത്തു കൊണ്ടുവന്നാലും ഷോൾഡർ കുറയത്തില്ല. കാരണം ഈ പീസ് നമ്മൾ തയ്ച്ചു വരുമല്ലോ. ഈ വെട്ടിയെടുത്ത പീസില്ലേ, ആ പീസ് തയ്ച്ച് ഇവിടെ വരുമ്പോൾ നമുക്ക് ബാക്കിൽ 5 ഷോൾഡറിൻ്റെ വീതി കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും.
അപ്പോഴും ഒരു കൺഫ്യൂഷനും വേണ്ട. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട കണ്ടില്ലേ, ഇതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ തയ്ച്ച് തുമ്പൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ഒരു 1/2 ഇഞ്ചോളം നമുക്ക് വെട്ടിക്കളയേണ്ടതായി വരും. അത് ഇപ്പോൾ വെട്ടിക്കളയണ്ട, ഒടുവിൽ വെട്ടിയാൽ മതി. ഓക്കെ, താങ്ക് യു.